ക്രിസ്ത്യൻ ജീവിതത്തിൽ ഇന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: ഞാൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവസന്താനമാണോ? നാം ചർച്ചിൽ പോകുന്നു, ആരാധിക്കുന്നു, പാട്ടുകൾ പാടുന്നു. പക്ഷെ അത്രയേറെ മാത്രമാണോ രക്ഷയുടെ അടയാളം? ദൈനംദിന ധ്യാനം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ശരീരത്തിലല്ല, ആത്മാവിലാണ്. എങ്കിൽ ആർക്കും ക്രിസ്തുവിന്റെ ആത്മാവില്ലെങ്കിൽ അവൻ അവനോട് ചേർന്നവനല്ല. റോമർ 8:9. ക്രിസ്ത്യൻ ജീവിതത്തിൽ ഇന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: ഞാൻ സത്യത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കുട്ടിയാണോ? നാം ചർച്ചിൽ പോകുന്നു, ആരാധിക്കുന്നു, പാട്ടുകൾ പാടുന്നു. പക്ഷേ അത്രയേറെ മാത്രമാണോ രക്ഷയുടെ അടയാളം? ഇത് മാത്രം രക്ഷയുടെ അടയാളമല്ല. ദൈവവചനം പറയുന്നത് രക്ഷ എന്നത് പുറംമാറ്റമല്ല, അത് ജീവിതത്തിന്റെ ആന്തരിക മാറ്റങ്ങൾ. രക്ഷിക്കപ്പെട്ട ദൈവകുട്ടിയുടെ പ്രധാന അടയാളം അവർ ആത്മികമായി ജീവിക്കുന്നതാണ്. അതിനാൽ ആരെങ്കിലും ക്രിസ്തുവിലാണെങ്കിൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്. പഴയവയൊക്കെയും കഴിഞ്ഞുപോയി, ഇതാ എല്ലാം പുതുതായി മാറിയിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:17. മുമ്പ് നാം അനുസരണക്കേടിന്റെ മക്കളായിരുന്നു, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നടന്നു, ശരീരവും മനസ്സും ആഗ്രഹിച്ചത് ചെയ്തിരുന്നു, സ്വഭാവത്തിൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഇപ്പോ പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മൾ മോചിതരായി പരിശുദ്ധാത്മാവിന്റെ ആധിപത്യത്തിൽ ആത്മികരായി ജീവിക്കുകയാണ്. അതർത്ഥമാക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിൽ നടക്കണം എന്നാണ്. അവൻ നമ്മിൽ വസിക്കുന്നവര്. ഈ പരിശുദ്ധാത്മാവ് എന്നേക്കുമായി നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് ദൈവവചനം നമ്മളാണ് ദൈവാലയം എന്ന് പറയുന്നത്. നിങ്ങൾ ദൈവാലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 3:16. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും, അവൻ നിങ്ങളോടൊപ്പം എന്നേക്കുമായി പാർക്കാൻ മറ്റൊരു സഹായിയെ നിങ്ങൾക്ക് തരിക്കും. ആ സത്യാത്മാവിനെ ലോകം സ്വീകരിക്കില്ല, കാരണം ലോകം അവനെ കാണുന്നില്ല, അറിയുന്നുമില്ല. പക്ഷേ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊപ്പം പാർക്കുന്നു, നിങ്ങളിൽ വസിക്കും. യോഹന്നാൻ 14:16-17. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ തങ്ങളുടെ ജീവിതം ഇഷ്ടാനുസൃതമായി നയിക്കാൻ കഴിയില്ല. അവർ ദൈവത്തിന്റെ ആത്മാവിന്റെ നേതൃത്വത്തിൽ നടക്കണം. ദൈവത്തിന്റെ ആത്മാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മുടെ ചിന്തകളിൽ നാം ശാരീരികമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനാൽ അവസാനം നാം ശാരീരികരായി മാറുകയും പാപത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നാം ശരീരവും കാമവും അഭിമാനവും ലൗകിക ആഗ്രഹങ്ങളും എന്നിവയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. കുറച്ചുനേരം മാത്രം നിലനിൽക്കുന്ന ആനന്ദങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. നാം ആത്മാവിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ദൈവത്തിന്റെ ഇച്ഛ, വിനയം, സമാധാനം, ദൈവനാമത്തിന്റെ മഹത്വത്തിനായി എല്ലാം ചെയ്യുക, ശാശ്വത മഹത്വം അന്വേഷിക്കുക എന്നിവയെ നമ്മൾ കാണാം. അതിനാൽ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് നിർത്തുന്നവരായിരിക്കണം നാം. ശരീരാനുസൃതമായി ജീവിക്കുന്നവർ ശരീരത്തിന്റെ കാര്യങ്ങളിൽ മനസ്സ് നിർത്തുന്നു, എന്നാൽ ആത്മാനുസൃതമായി ജീവിക്കുന്നവർ ആത്മാവിന്റെ കാര്യങ്ങളിൽ മനസ്സ് നിർത്തുന്നു. റോമർ 8:5. അതിനാൽ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശരീരാനുസൃതമായല്ല, ആത്മാനുസൃതമായി നടക്കുന്നവർക്ക് ഇനി ശിക്ഷയില്ല. റോമർ 8:1. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ. ആമേൻ.